ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷൻ അഥവാ ഫോർത്ത് സെമസ്റ്റർ ബികോമിലെ പ്രധാനപ്പെട്ടൊരു പേപ്പറാണ് കോർപ്പറേറ്റ് റെഗുലേഷൻ. അതിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്, അഥവാ കമ്പനി രൂപീകരണം. ഒരു കമ്പനിയെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു കമ്പനിയെ എങ്ങനെ രൂപീകരിക്കുന്നു, കമ്പനി രൂപീകരണത്തിലെ ഘട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, കമ്പനി ഫോർമേഷൻ പ്രോസസ്സ്, കമ്പനി രൂപീകരണ പ്രക്രിയ. ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് ഒരു കമ്പനി രൂപീകരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ആദ്യത്തെ ഘട്ടം, ഒരു കമ്പനി രൂപീകരിക്കുന്നതിലെ ആദ്യത്തെ ഘട്ടമാണ് പ്രമോഷൻ. പ്രമോഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഘട്ടം, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട് പരിചയമുള്ള ഒന്ന് രണ്ട് ടേമുകളുണ്ട്. ഒന്ന് മാർക്കറ്റിങ്ങിലാണ്, അഡ്വർടൈസിങ്, പരസ്യം, മറ്റ് കാര്യങ്ങൾ, അതായത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നതാണ് പ്രൊമോഷൻ മാർക്കറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ. അതുപോലെ ഇൻ ദി കേസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പ്രൊമോഷൻ എന്ന് വെച്ചാൽ സ്ഥാനക്കയറ്റം എന്നുള്ളതാണ്. ഈ രണ്ട് കൺസെപ്റ്റുകളുമല്ല ഇവിടെ കമ്പനി രൂപീകരണത്തിൽ പ്രൊമോഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു മീനിങ് ആണ്, മറ്റൊരു കോണ്ടെക്സ്റ്റാണ്. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊമോഷനാണ്. രണ്ടാമത്തെ സ്റ്റേജാണ് രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ. കമ്പനിയെ രജിസ്റ്റർ ചെയ്യുക, കമ്പനി രൂപീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് വൺ, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം. ഇതിനിടയിലായിട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ഘട്ടം കൂടി വരുന്നുണ്ട്. അതായത് രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ്റെയും കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിൻ്റെയും ഇടയിലായിട്ട് ഒരു ചെറിയൊരു കൺസെപ്റ്റ് പറയുന്നത് ഏതാണ്? ക്യാപിറ്റൽ ഫോർമേഷൻ, റൈസിങ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ്, ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ്. സോ ഓരോന്നും വിശദമായി നമുക്ക് നോക്കാം. കമ്പനി ഫോർമേഷനിലെ, കമ്പനി രൂപീകരണത്തിലെ ഒന്നാമത്തെ ഘട്ടമാണ് പ്രമോഷൻ എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ കമ്പനി ഫോർമേഷൻ. കമ്പനി ഫോം ചെയ്യുമ്പോൾ, കമ്പനി രൂപീകരിക്കുന്നതിലെ ഒന്നാമത്തെ ഘട്ടമാണ് ഇത്. ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ വർക്ക്. ഇതാണ് ആദ്യത്തെ വർക്ക്, തുടക്കത്തിലുള്ള വർക്ക് എന്ന് പറയുന്നത് പ്രമോഷനാണ്. ഇൻവോൾവ്ഡ് ഇൻ ബ്രിങ്ങിങ് എ ബിസിനസ് കൺസേൺ ഇൻ ടു എക്സിസ്റ്റൻസ്. ഒരു ബിസിനസ് കൺസേണിനെ, ഒരു ബിസിനസ് സ്ഥാപനത്തെ നമ്മൾ ഫോം ചെയ്യുമ്പോൾ, അതിനെ നിലവിൽ കൊണ്ടുവരുമ്പോൾ അതിലെ ആദ്യത്തെ ഘട്ടമാണ് ഇത്, ഈ പറയുന്ന പ്രമോഷൻ എന്ന് പറയുന്നത്. ആൻഡ് മേക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ പ്രോപ്പർ റണ്ണിങ്. മാത്രമല്ല, ഒരു ബിസിനസ് കൺസേണിനെ ഫോം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിനെ പ്രോപ്പറായി റണ്ണ് ചെയ്തു കൊണ്ടുപോവുക, പ്രോപ്പറായിട്ട് ആ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുവാനും വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ്, ഇനീഷ്യൽ സ്റ്റേജിലെ വർക്കുകളാണ് ഈ പറയുന്ന പ്രമോഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവർ ചോദ്യം വരാം, ആരാണ് പ്രമോഷൻ ചെയ്യുന്നത്? പ്രമോഷൻ ചെയ്യുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാളാണ് പ്രമോട്ടർ. പ്രമോട്ടർ ഈസ് എ പേഴ്സൺ ഹു എൻഗേജ്ഡ് ഇൻ കമ്പനി പ്രൊമോഷൻ. കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, കമ്പനി രൂപീകരണത്തിലെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആര്? പ്രമോട്ടർ. സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പ്രമോട്ടർ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ പേഴ്സൺ ഹു എൻഗേജ്ഡ് ഇൻ കമ്പനി പ്രൊമോഷൻ പ്രോസസ്സ്. കമ്പനി പ്രൊമോഷൻ പ്രോസസ്സിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ആളാണ് ആര്? പ്രൊമോട്ടർ എന്നറിയപ്പെടുന്നത്. അടുത്തതായി ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് എന്നുള്ളത്. ഏതെല്ലാം തരത്തിലുള്ള പ്രൊമോട്ടേഴ്സ് ഉണ്ട്? പ്രൊമോട്ടേഴ്സ് ഒരുപാട് ടൈപ്സ് പറയുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. അവർ പ്രൊഫഷണലാണ്, അതായത് അവരുടെ ജോലി എന്ന് പറയുന്നത് ഏതാണ്? കമ്പനി പ്രൊമോഷനാണ്. കമ്പനി പ്രൊമോഷനെ ഒരു തൊഴിലായി എടുത്തിട്ടുള്ള ആൾക്കാരാണ് അവർ, പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. ദേ ആർ സ്കിൽഡ്, they have knowledge, they are expertise in company promotion. അവർക്ക് നോളജ് ഉണ്ടാവും, സ്കില്ലുണ്ടാവും, എക്സ്പേർട്ടൈസ് ആയിരിക്കും ഒരു കമ്പനി ഫോം ചെയ്യുന്നതിൽ. അതാണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് ആർ ദി പ്രൊമോട്ടേഴ്സ് ഹു ആർ പ്രൊഫഷണൽ ഇൻ ദി കമ്പനി പ്രൊമോഷൻ ടെക്നിക്സ് ഓർ കമ്പനി പ്രൊമോഷൻ ആക്ടിവിറ്റി. കമ്പനി പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ അഗ്രഗണ്യന്മാരായിരിക്കും, നല്ല സ്കില്ലുള്ള കഴിവുള്ള ആളുകളായിരിക്കും അവർ. അവരുടെ ജോലി തന്നെ, മെയിൻ ജോബ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനി പ്രൊമോഷൻ ആണ്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രൊമോട്ടർ, രണ്ടാമത്തെ ടൈപ്സ് ഓഫ് പ്രൊമോട്ടറിൽ പെട്ടതാണ് ഒക്കേഷണൽ പ്രൊമോട്ടർ. ഒക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, സന്ദർഭം, സാഹചര്യം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് ആർ ദി പ്രൊമോട്ടേഴ്സ് ഹു എൻഗേജ്ഡ് ഇൻ കമ്പനി പ്രൊമോഷൻ ആക്ടിവിറ്റി ആസ് എ പാർട്ട് ടൈം ജോബ്, ആസ് എ സെക്കൻഡറി ജോബ്.
വൊക്കേഷണൽ പ്രൊമോട്ടേഴ്സിൻ്റെ പ്രത്യേകത അവരുടെ പ്രൈമറി ജോബ് എന്ന് പറയുന്നത് മറ്റൊരു ജോബാണ്. അതായത് അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് മറ്റൊരു ജോലിയാണ്. സെക്കൻഡറി ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നൊരു ജോലിയാണ് ഇത് കമ്പനി പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഒക്കേഷണൽ പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നത്. സോ ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് ആർ ദി പ്രൊമോട്ടേഴ്സ് ഹു ആർ എൻഗേജ്ഡ് ഇൻ എ പ്രൈമറി ജോബ്. കമ്പനി പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആർ ടേക്കൺ ബൈ ദീസ് പേഴ്സൺസ് ആസ് എ സെക്കൻഡറി ജോബ്. അവർ ഇത്തരത്തിലുള്ള ജോലികൾ ഏറ്റെടുക്കുന്ന ഒരു സെക്കൻഡറി ജോബായിട്ടോ പാർട്ട് ടൈം ജോബായിട്ടോ ആണ്. തേർഡ് വൺ എൻട്രപ്രണർ പ്രൊമോട്ടേഴ്സാണ്. എൻട്രപ്രണർ ഓർ ഓൺട്രപ്രണർ പ്രൊമോട്ടേഴ്സാണ്. ദേ ആർ ബോത്ത് എൻട്രപ്രണേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ്. എൻട്രപ്രണർ പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, പ്രൊമോട്ടർ എന്ന് പറയുന്ന ആൾ ഒരിക്കലും ഒരു ബിസിനസ്സിൻ്റെ ഓണർ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ദ ഓണർ ഓഫ് ദി ബിസിനസ് ആൻഡ് പ്രൊമോട്ടർ ഓഫ് ദി ബിസിനസ് ഈസ് നോട്ട് സെയിം. ഒരു കമ്പനിയുടെ ഓണറും ഒരു കമ്പനിയുടെ പ്രൊമോട്ടറും രണ്ടാണ്. ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന ഒരാൾ മാത്രമാണ് ആര്? പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ബട്ട് സംടൈംസ് ചില സമയങ്ങളിൽ എന്ത് ചെയ്യും? ദ എൻട്രപ്രണർ ആൻഡ് പ്രൊമോട്ടർ മേ ബി സെയിം. ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? എൻട്രപ്രണറും പ്രൊമോട്ടറും എന്തായി മാറും? ഒരേ ആൾ തന്നെയായി മാറും. അതായത് ബിസിനസ് തുടങ്ങുന്ന ആളും ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ, ഇനീഷ്യൽ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളും ഒക്കെ ഒരാൾ തന്നെ ആവാം. അതാണ് എൻട്രപ്രണർ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അടുത്ത ഒന്നാണ് ഫൈനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ്. നാലാമത്തെ ക്ലാസിഫിക്കേഷനാണ് പ്രൊമോട്ടറുടെ. ഏതാണ്? ഫൈനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ്. ഫൈനാൻഷ്യൽ പ്രൊമോട്ടേഴ്സിൽ പറയുന്നത് എന്താണ്? ദീസ് ടൈപ്പ് ഓഫ് പ്രൊമോട്ടേഴ്സ് പർച്ചേസ് ദ എൻറ്റയർ ക്യാപിറ്റൽ ഓഫ് ദി പ്രൊമോട്ടഡ് കമ്പനി, ലേറ്റർ സെൽസ് ദ ഷെയർസ് അറ്റ് പ്രോഫിറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊമോട്ടർ അയാൾ എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഏർപ്പെട്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അയാൾ എക്സ് എന്ന് പറയുന്ന കമ്പനിയെ ഫോം ചെയ്യുന്നതിലെ ഇനീഷ്യൽ വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ് ഈ പ്രൊമോട്ടർ. സോ എക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ പ്രൊമോഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പനി ഫോർമേഷനുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ അയാൾ ഏർപ്പെട്ടിട്ട് അയാൾ ചെയ്ത കാര്യം എന്താണ്? അതിനുശേഷം അയാൾ ചെയ്ത കാര്യം, ഹി പർച്ചേസ് ദ എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു നിശ്ചിത വിലക്ക് എന്ത് ചെയ്തു? ഈ പ്രൊമോട്ടർ, അതായത് ഏത് കമ്പനിയാണോ ഒരു പ്രൊമോട്ടർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ആ കമ്പനിയെ തന്നെ അല്ലെങ്കിൽ ആ കമ്പനിയിലെ ഷെയറുകളെ തന്നെ എന്ത് ചെയ്യുന്നു? മൊത്തം ഷെയർ ക്യാപിറ്റലിൽ എന്ത് ചെയ്യുന്നു? ആ പ്രൊമോട്ടർ കമ്പനിയിൽ നിന്ന് പ്രൊമോട്ടർ വാങ്ങുന്നു. എന്നിട്ടോ ലേറ്റർ സെൽസ് ദ ഷെയർസ് അറ്റ് പ്രോഫിറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കൂടിയ വിലക്ക് പിന്നീട് എന്ത് ചെയ്യുന്നു? വിറ്റിട്ട് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് ഫൈനാൻഷ്യൽ പ്രൊമോട്ടർ എന്ന് പറയുന്ന ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടർ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ പറഞ്ഞു കമ്പനി ഫോർമേഷനിലെ ഇനീഷ്യൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. സോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ചെയ്യേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ടു ഡിസ്കവർ ആൻ ഐഡിയ ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ കമ്പനി. ആദ്യമായി പ്രൊമോട്ടർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ആൻ ഐഡിയ ഫോർ എ ബിസിനസ്. ഒരു കമ്പനിക്കോ ഒരു ബിസിനസ്സിനോ പറ്റിയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഐഡിയ കണ്ടെത്തുക എന്നുള്ളതാണ്, ഒരാശയത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഐഡിയാസാണ് പിന്നീട് എന്ത് ചെയ്യുക? ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. സോ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് പ്രൊമോട്ടർ എന്ന് പറയുന്നത് ടു ഡിസ്കവർ ആൻ ഐഡിയ ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ കമ്പനി. പിന്നീട് പറയുന്നതാണ് പ്രൊമോട്ടറുടെ രണ്ടാമത്തെ ഫംഗ്ഷനാണ്, കർത്തവ്യമാണ്, കർമ്മമാണ് ടു മേക്ക് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ അബൌട്ട് ഡിമാൻഡ്, പവർ, സപ്ലൈ, ലേബർ, റോ മെറ്റീരിയൽ ഓഫ് ദി ബിസിനസ് ഐഡിയ. ഒരു ബിസിനസ് ഐഡിയയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രൊമോട്ടറുടെ റോൾ എന്ന് പറയുന്നത്. അയാൾ ആ ബിസിനസ് ഐഡിയയുമായി ബന്ധപ്പെട്ട ഡിമാൻഡ്, പവർ, ലേബർ, റോ മെറ്റീരിയൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നുള്ളതാണ്. Then third function of the promoter to conduct the viability study. വയബിലിറ്റി പരിശോധിക്കുക, സാധ്യതാ പഠനം എന്ന് പറയും. ചില ബിസിനസ്സുകൾ നമുക്ക് സാധ്യമായിരിക്കില്ല, നമ്മുടെ ബഡ്ജറ്റിനും നമ്മുടെ സാഹചര്യങ്ങൾക്കും നമ്മുടെ ലൊക്കേഷനും, നമ്മൾ എവിടെയാണോ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തിനും യോജിച്ചതായിരിക്കില്ല. വിവിധ കാരണങ്ങൾ കൊണ്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഓർ ബിസിനസ് ഐഡിയ നോൺ വയബിളായി മാറാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? ഒരു ബിസിനസ്സിൻ്റെ വയബിലിറ്റി സ്റ്റഡി കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രൊമോട്ടർ ചെയ്യേണ്ട മറ്റൊരു കർത്തവ്യം. വയബിളാണോ, ഫൈനാൻഷ്യലി വയബിളാണോ, ടെക്നിക്കലി വയബിളാണോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വയബിലിറ്റി എന്ത് ചെയ്യണം? പരിശോധിക്കുക എന്നുള്ളതാണ്.
പിന്നെയോ ടു ഫൈൻഡ് ഔട്ട് സ്യൂട്ടബിൾ പേഴ്സൺസ് ഹു ആർ വില്ലിംഗ് ടു ആക്ട് ആസ് ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ആദ്യ ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുവാൻ, പെർഫോം ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള, സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും യോജിച്ച ആളുകളെ കണ്ടെത്തുക എന്നുള്ളതും ഒരു പ്രൊമോട്ടറുടെ ഫങ്ഷനാണ്. അതുപോലെ ടു സെറ്റിൽ ദ നെയിം ഓഫ് ദി കമ്പനി ഓർ ടു സെലക്ട് ദിസ് നെയിം ഓഫ് ദി കമ്പനി. ഒരു കമ്പനിക്കുള്ള ഈ കമ്പനി, അതായത് താൻ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന കമ്പനിക്ക് പേരിടുക എന്നുള്ള ഉത്തരവാദിത്വവും എന്താണ്? പ്രൊമോട്ടറുടേതാണ്. ആ പേരൊരിക്കലും മറ്റുള്ള പേരുകളുമായി റിസംബ്ലൻസ് ഉണ്ടാവാൻ പാടില്ല, സാമ്യമാവാൻ പാടില്ല, അല്ലെങ്കിൽ അതേ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെയോ അടുത്തൊരു ഫങ്ഷനാണ് ഈ പറയുന്ന പ്രൊമോട്ടറുടേത്, സെലക്ട് ബാങ്കർ. നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനമാണ്, ഒരു കമ്പനിയാണ്. ദർ ആർ ലോട്ട്സ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഫോർ മാനേജിങ് ദി ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എ ബാങ്കർ ഈസ് റിക്വയർഡ് ബൈ എ കമ്പനി. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്കർ വളരെ അത്യാവശ്യമാണ്. സോ പ്രൊമോട്ടർ എന്ത് ചെയ്യണം? ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ആ കമ്പനിക്ക് വേണ്ടി ഒരു ബാങ്കറെ അപ്പോയിൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കറെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ബ്രോക്കർ ഈസ് ദ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ബയറുടെയും സെല്ലറുടെയും ഇടനിലക്കാരനായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ് ബ്രോക്കർ. സോ ഷെയർ ട്രേഡിങ്, എസ്പെഷ്യലി ഒരു കമ്പനി ഷെയർ ട്രേഡ് ചെയ്യുമ്പോൾ പബ്ലിക്കിൽ ഷെയർ ട്രേഡ് ചെയ്തുകൊണ്ട് ഒരു പബ്ലിക് കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്ന സമയത്ത് ദേ റിക്വയർസ് ദിസ് ഇൻ്റർമീഡിയറീസ് കോൾഡ് ബ്രോക്കേഴ്സ്, മെർച്ചൻറ്റ് ബാങ്കേഴ്സ് പോലെയുള്ള, ബുക്ക് ബിൽഡേഴ്സ് പോലെയുള്ള ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഇതിലാവശ്യമുണ്ടാകും. അവരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രൊമോട്ടറുടെ മറ്റൊരു ജോലി. അതുപോലെ സോളിസിറ്റർ എന്ന് പറയുന്നത് ലീഗൽ അഡ്വൈസർ പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അടുത്ത പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ടു സബ്മിറ്റ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് ദി കമ്പനി. കമ്പനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ഡോക്യുമെൻറ്റുകളും, എല്ലാ രേഖകളും സബ്മിറ്റ് ചെയ്യണം. ആരെ മുന്നിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? All the documents related to the company should be submitted in front of the Registrar of Companies for the purpose of incorporation of company. ഒരു കമ്പനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള എല്ലാ രേഖകളും പ്രൊമോട്ടർ എന്ത് ചെയ്യണം? ആരുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യണം? രജിസ്ട്രാർ ഓഫ് കമ്പനി മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. പിന്നെയോ പ്രൊമോട്ടർ ഷുഡ് മീറ്റ് all the preliminary expenses incurred while promoting a company, while forming a company. ഒരു കമ്പനി ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഒരു കമ്പനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ പ്രിലിമിനറി എക്സ്പെൻസുകളും. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, എന്താണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ? കമ്പനി ഫോം ചെയ്തിട്ടില്ല, അതിന് മുന്നേ ഉള്ളതാണ്. ആ പ്രിലിമിനറി എക്സ്പെൻസുകൾ കമ്പനിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം മീറ്റ് ചെയ്യേണ്ട ആരാണ്? പ്രൊമോട്ടറാണ്. ആഫ്റ്റർ ഫോമിങ് ദി കമ്പനി, ദ കമ്പനി ഷുഡ് റീഇംബേഴ്സ് ദി എക്സ്പെൻസസ് ടു ദി പ്രൊമോട്ടർ. അതായത് ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടി വന്ന എല്ലാ ചിലവുകളും ഒരുപക്ഷെ വഹിച്ചിട്ടുണ്ടാവുക ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി. കമ്പനിക്ക് വേണ്ടിയിട്ട് വഹിച്ചിട്ടുണ്ടാവുക ആരാണ്? പ്രൊമോട്ടർ ആയിരിക്കും. സോ പ്രൊമോട്ടറുടെ ഉത്തരവാദിത്തമാണെന്ത്? ഈ പ്രിലിമിനറി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല അയാൾ എന്ത് ചെയ്യണം? അത് മീറ്റ് ചെയ്തിട്ട് പിന്നെ അത് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുമെന്നുള്ളതാണ്. അടുത്തൊരു ഫംഗ്ഷനാണ് എൻ്റർ ഇൻ ടു പ്രിലിമിനറി കോൺട്രാക്റ്റുകൾ എൻ്റർ ചെയ്യുക എന്നുള്ളത്. ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി ദ പ്രൊമോട്ടർ ഈസ് റിക്വയർഡ് ഓർ എലിജിബിൾ ടു എൻ്റർ ഇൻ ടു പ്രിലിമിനറി കോൺട്രാക്റ്റിൽ അവർക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടറുടെ ഡ്യൂട്ടി എന്തെല്ലാമാണ് ഒരു പ്രൊമോട്ടറുടെ ഡ്യൂട്ടി? അതിൽ പെട്ടതാണ് ടു ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് റിഗാർഡിംഗ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മുമ്പാകെ വെളിപ്പെടുത്തുക, ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അറിയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെയോ പ്രൊമോട്ടേഴ്സ് മസ്റ്റ് നോട്ട് മേക്ക് ആൻ അൺഫെയർ യൂസ് ഓഫ് ദെയർ പൊസിഷൻ. ഒരു പ്രൊമോട്ടർ എന്ന് പറയുന്ന സ്ഥാനം അൺഫെയർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഒരിക്കലും പ്രൊമോട്ടർ അത് ഉപയോഗിക്കാൻ പാടില്ല. അൺഫെയർ ആയ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ ഹി ഷുഡ് നോട്ട് മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ് വൈൽ പ്രൊമോട്ടിങ് എ കമ്പനി. ഒരു കമ്പനിയെ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും പ്രൊമോട്ടർ എന്ത് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പാടില്ല. ഒരു പ്രൊമോട്ടർ സീക്രട്ട് പ്രോഫിറ്റ്, രഹസ്യമായിട്ടുള്ള ഒരു ലാഭവും
പ്രൊമോട്ടർ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെയോ പ്രോസ്പെക്ടസ് ഓഫ് ദി കമ്പനി മസ്റ്റ് കണ്ടെയ്ൻ ട്രൂ ഫാക്ട്സ്. പ്രോസ്പെക്ടസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ഡോക്യുമെൻറ്റ് published by the public companies for the purpose of raising capital from the public. പൊതുജനങ്ങളിൽ നിന്ന് പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഇൻവിറ്റേഷൻ ഡോക്യുമെൻ്റാണ് ഇത് പ്രോസ്പെക്ടസ് എന്നറിയപ്പെടുന്നത്. പ്രോസ്പെക്ടസ് ഓഫ് ദി കമ്പനി മസ്റ്റ് കണ്ടെയ്ൻ ദി ട്രൂത്ത് അബൌട്ട് ദി കമ്പനി. കമ്പനിയെക്കുറിച്ചുള്ള ശരിയായ കാര്യങ്ങൾ മാത്രമേ ഈ പറയുന്ന ഇതിലുണ്ടാവാൻ പാടുള്ളൂ, ഈ പറയുന്ന പ്രോസ്പെക്ടസിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി ഓർ നെക്സ്റ്റ് സെക്ഷൻ കോൾഡ് റെമ്യൂണറേഷൻ ഓഫ് പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടർക്ക് എന്താണ് ശമ്പളമായിട്ട് അല്ലെങ്കിൽ വരുമാനമായിട്ട് കിട്ടുന്നത്? പ്രൊമോട്ടർ ഈസ് എൻഗേജ്ഡ് ഇൻ കമ്പനി പ്രൊമോഷൻ ഫോർ ഗിവിംഗ് ദി എഫേർട്ട് ടു എ കമ്പനി ഫോർ കമ്പനി ഫോർമേഷൻ. ഇൻ റിട്ടേൺ ദ പ്രൊമോട്ടർ ഷുഡ് ഗെറ്റ് സംതിങ്. പ്രൊമോട്ടർ എന്ത് ചെയ്യുന്നു? അയാളുടെ സമയവും എഫേർട്ടൊക്കെ എടുത്ത് കമ്പനി ഫോർമേഷനിൽ ഏർപ്പെടുന്നു. സോ എന്ത് ചെയ്യണം? അതിനുള്ള ഒരു ബെനഫിറ്റ് എന്തെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം? ഇവിടെ കിട്ടേണ്ടതുണ്ട്. അതാണ് പറയുന്നത്. അതായത് റെമ്യൂണറേഷൻ ഓഫ് പ്രൊമോട്ടർ. ഒന്നാമത്തതാണ് ഹി മേ ബി പെയ്ഡ് സെർട്ടൈൻ ലംസം. ഒരു നിശ്ചിത തുക എന്ത് ചെയ്യും? അയാൾ ചെയ്ത ജോലിക്ക് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? ഒരു പക്ഷേ ആ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ത് ചെയ്യാം? പ്രൊമോട്ടർക്ക് കൊടുത്തേക്കാം. പിന്നെയോ ഹി മേ ബി ഗിവൺ ഷെയർസ് ഓഫ് ദി കമ്പനി. കമ്പനി പ്രൊമോഷൻ എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തതിന് പകരമായി റിട്ടേൺ ആയിക്കൊണ്ട് പൈസ കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? കമ്പനിയുടെ ഷെയറുകൾ കൊടുക്കാമെന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത് ഹി മേ ബി ഗിവൺ കമ്മീഷൻ ഓഫ് ഷെയർസ് ഹോൾഡ് ഓൺ ഷെയർസ് ഹോൾഡ്. കമ്പനിയുടെ ഓരോ ഷെയർ വിൽക്കുമ്പോഴും എന്ത് ചെയ്യുക? ആ ഷെയറിൻ്റെ മുകളിൽ സെർട്ടൻ കമ്മീഷൻ എന്ത് ചെയ്യാം? പ്രൊമോട്ടർക്ക് കൊടുക്കാമെന്നുള്ളൊരു എഗ്രിമെൻറ്റിൽ ഒരുപക്ഷെ എത്താൻ സാധിക്കും. പിന്നെയോ ഹി മേ സെൽ ഹിസ് ഓൺ പ്രോപ്പർട്ടി ടു ദ കമ്പനി അറ്റ് ഹയർ പ്രൈസ് ആൻഡ് ഏൺ പ്രോഫിറ്റ്. പ്രൊമോട്ടറുടെ കയ്യിലുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വന്തം കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു? കമ്പനിക്ക് വിൽക്കുന്നു ഏറ്റവും കൂടിയ വിലക്ക്. ആൻഡ് ഏൺസ് എ പ്രോഫിറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ക്രഷർ കാര്യങ്ങളൊക്കെ ഉള്ള നമുക്കറിയാം. അങ്ങനത്തെ സംഗതികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? പലപ്പോഴും അവരുടെ പ്രോപ്പർട്ടി ആ ഒരു സ്ഥാപനത്തിന് കൊടുത്തിട്ട് കൂടിയ വിലക്ക് കൊടുത്ത് ലാഭം ഉണ്ടാക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു വന്നേ ഉള്ളൂ. സോ ഇത് റെമ്യൂണറേഷൻ ഓഫ് പ്രൊമോട്ടർക്ക് എക്സാമ്പിളാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പറയാം. ചാപ്റ്റർ 2 ഫോർമേഷൻ ഓഫ് ദി കമ്പനി ഫോർമേഷൻ പ്രോസസ്സ്. അതിൽ ഫസ്റ്റ് വൺ പ്രൊമോഷൻ. അതിൽ പ്രൊമോഷനും എന്താണെന്നും പ്രൊമോട്ടർ എന്താണെന്നും പറഞ്ഞു. ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ്, അതുപോലെ ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടേഴ്സ്, റെമ്യൂണറേഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.